ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡിസ്കസ് ചെയ്യാനുള്ളത് MCO03 എന്നുള്ള ബുക്സിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ് യൂണിറ്റ് 9 ആണ്. നമ്മൾ ഓൾറെഡി യൂണിറ്റ് 8 പഠിച്ചിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന യൂണിറ്റാണ് യൂണിറ്റ് 9 മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചറിൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, വേരിയേഷൻ, വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയേഷൻ, മെഷേഴ്സ് ഓഫ് വേരിയേഷൻ. മെഷേഴ്സ് ഓഫ് വേരിയേഷനിൽ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ദെൻ സ്ക്യൂനെസ് എന്താണ്, അതുപോലെ റിലേറ്റീവ് സ്ക്യൂനെസ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി ആയിട്ട് ഒന്ന് പരിശോധിക്കാം. ലെറ്റ് സമ്മപ്പിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓർത്തിരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ദിസ് യൂണിറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഹൗ ദ കൺസെപ്റ്റ് ഓഫ് വേരിയേഷൻ. നമ്മളെന്ത് ചെയ്യാം, വേരിയേഷനും അതുപോലെ സ്ക്യൂനെസ്സിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. വി ഹാവ് സ്റ്റഡീഡ് ഹൗ ദ കൺസെപ്റ്റ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനെസ് ആർ യൂസ്ഫുൾ ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഡാറ്റ മോർ meaningfully. Then variation is a measure of scatter or spread of item around the central values. Then variation is calculated to examine the extent to which item vary from some central values. അതായത് കുറച്ച് സെൻട്രൽ വാല്യൂസിൽ നിന്നും വേരിയേഷൻ എത്രത്തോളം ഉണ്ട്, നമ്മൾ ഐറ്റംസിൻ്റെ വേരിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഈ വേരിയേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സെൻട്രൽ വാല്യൂസിൻ്റെ. അതുപോലെ ദിസ് ദ ആവറേജ് ഈസ് മോർ മീനിങ് അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ത് ചെയ്യുക, അത് കണ്ടുപിടിക്കുക, അതിൻ്റെ ഇത് ചെക്ക് ചെയ്യുക, അതിൻ്റെ മോർ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുക. ദെൻ ഇഫ് ഇറ്റ് ഈസ് എക്സാമിൻ, നമ്മൾ പരിശോധിക്കുന്നു ദ ലൈറ്റ് ഓഫ് വേരിയേഷൻ. നമ്മൾ വേരിയേഷൻ്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മീനിങ് ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ റിലേറ്റീവ് മെഷേഴ്സ് ആർ ഒബ്റ്റെയിൻഡ്. നെക്സ്റ്റ് ഉള്ളൊരു ടൈമായിരുന്നു റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ. റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ ആർ ഒബ്റ്റെയിൻഡ് ആസ് റേഷ്യോസ് ആൻഡ് പെർസെൻറ്റേജ് ആൻഡ് ആർ യൂസ്ഡ് ടു കമ്പയർ വേരിയബിലിറ്റി ഇൻ ടു ഓർ മോർ സെറ്റ് ഓഫ് ഡാറ്റ. രണ്ടോ അതിൽ കൂടുതൽ സെറ്റ് ഓഫ് ഡാറ്റയുടെ വേരിയബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഇതിലൂടെ റിലേറ്റീവ് മെഷേഴ്സിലായിട്ടുള്ള റേഷ്യോസിനും അതുപോലെ പെർസെൻറ്റേജിലും. ഓക്കെ, ദെൻ ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മേ ബി സെയിം. ചിലപ്പോൾ എന്തായിരിക്കും, മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെയിം ആയിരിക്കും, മേ ബി സെയിം ടു ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ആർ ദ സെയിം. പക്ഷേ എന്തായിരിക്കില്ല, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് സെയിം ആയിരിക്കില്ല. ദർ ഇസ് അനദർ മെഷർ കാൾഡ് ദ മെഷർ ഓഫ് വേരിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിലെ മെഷർ ഓഫ് വേരിയേഷനാണ് ചെക്ക് ചെയ്യാനായിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർ ഓഫ് വേരിയേഷൻസ് നമ്മൾ ഓൾറെഡി MCO022 പഠിച്ചിട്ടുണ്ട്, അത് തന്നെ ഇവിടെ റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആയിട്ട് ദർ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഡി. ഓക്കെ, വി ആൾസോ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു കമ്പയർ റിലേറ്റീവ് വേരിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡാറ്റ. ഓക്കെ, അതുപോലെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഡാറ്റയുടെ റിലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള ഏരിയാസ് ത്രൂ സ്ക്യൂനെസ് ആണ്. വി സ്റ്റഡി ദ ഷേപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വെദർ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ ഓർ അസിമെട്രിക്കൽ. ഡിസ്ട്രിബ്യൂഷന് സിമെട്രിക്കൽ ഉണ്ടാവും, അസിമെട്രിക്കൽ ഉണ്ടാവും. അപ്പോൾ സിമെട്രിക്കൽ അല്ലാത്ത കേസിലാണ് അസിമെട്രിക്കൽ. ഈ അസിമെട്രിക്കൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, സ്ക്യൂനെസ് എന്നുള്ളത്. ഓക്കെ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഫോം ഇസ് ബാലൻസ്ഡ് പാറ്റേൺ ഇൻ ബോത്ത് സൈഡ് ഓഫ് ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, സ്ക്യൂനെസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ 3 ടൈപ്പായിട്ടാണ് വരിക. സിമെട്രിക്കൽ, അസിമെട്രിക്കൽ 2 ടൈപ്പ് ഉണ്ടായിരിക്കും, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ പാർട്ടാണ് അല്ലേ. അപ്പോൾ ഈക്വൽ പാർട്ടാണെങ്കിൽ എന്തെങ്കിൽ അത് സിമെട്രിക്കലാണ്, അല്ലാത്ത കേസിൽ അത് അസിമെട്രിക്കലാണ്. അസിമെട്രിക്കലായിട്ട് വരുന്നതാണ് പോസിറ്റീവ് ഡിസ്ട്രിബ്യൂഷനും അതേപോലെ നെഗറ്റീവ് ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, in such a distribution, mean, median and mode are equal and they lie at the center of the distribution. In contrast, a symmetrical distribution means
അൺബാലൻസ്ഡ് പാറ്റേൺ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ അത് അൺബാലൻസ്ഡ് ആണ്. അൺബാലൻസ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. കാൾഡ് ആസ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ പറയുന്ന പേരാണ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ബാലൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആയിരിക്കും, ബാലൻസിങ് ആയിരിക്കും. അൺബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് കൂടുതൽ ഒരു സൈഡ് കുറവ്, അങ്ങനെ വരുമ്പോൾ അത് അൺബാലൻസ്ഡ് ആണ്. അതാണ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മേ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ് ഓർ നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇൻ എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ the mean is greater than mode and the median and the long tail in the right hand side of this data curve. റൈറ്റ് ഹാൻഡ് സൈഡ് ലോങ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് സ്ക്യൂഡ് എന്നുള്ള ടേബിൾ വരിക. ദെൻ അതർ ഹാൻഡ് ആണ് നെഗറ്റീവ്ലി സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ. ദ മോഡ് ഈസ് ഗ്രേറ്റർ ദാൻ മീൻ ആൻഡ് മീഡിയൻ ആൻഡ് ഹിസ് എ ലോങ് ടൈൽ on the left hand side of the data curve. In the skew distribution, the relationship of mean and median is that the interval between it is approximately 1/3 of the interval between the mean and mode. Based on this relationship, the degree of skewed is measured. There are two formulas we use measuring the coefficient of skewness, which is called relative measures of skewness, proposed by Calpearson and Bowley. Formula normally applied when data in an open-end type or and the class are unequal. Okay. ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കീവേഡ്സുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ. കീവേഡ്സ് ഫസ്റ്റ് അസിമെട്രി, a characteristic of a distribution in which the value of variable are not equal and distant from average on both side. രണ്ട് സൈഡും ഈക്വൽ അല്ലാതെ വരുന്ന കേസിൽ നമ്മൾ എടുക്കുന്ന സിമെട്രിയാണ് അസിമെട്രി എന്ന് പറയുന്നത്. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് ഇറ്റ് മേക്സ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ സ്ക്യൂനെസ് ഇൻ ടു ഓർ മോർ ഡാറ്റാ സെറ്റ്. രണ്ടതിൽ കൂടുതലോ ഡാറ്റാ സെറ്റുകളുടെ സ്ക്യൂ തമ്മിലുള്ള കമ്പാരിസണെ നമ്മൾ എന്ത് പറയും, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയും. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ കമ്പാരബിൾ അക്രോസ് ഡിസ്ട്രിബ്യൂഷൻ, that is ratio of the standard deviation to mean expressed as percentage. Then mean deviation, the arithmetic mean of the absolute value of the deviation from some measures of standard tendency, mean, median or mode. അപ്പോൾ അതിൽ വരുന്ന ഡീവിയേഷനാണ് മീൻ ഡീവിയേഷൻ. ഓക്കെ, ദെൻ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ, എ മെഷർ ഡിസ്ക്രൈബിങ് ഹൗ ദ ഒബ്സർവേഷൻ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ആർ സ്പ്രെഡ് ഓർ സ്കാറ്റേഡ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ ഒബ്സർവേഷൻ എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നതാണ് എന്ത് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ക്യൂ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാഫ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അപ്പർ ക്വാർട്ടൈൽ ആൻഡ് ലോവർ ക്വാർട്ടൈൽ. Q1 ഉം Q3 തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയാം, അപ്പർ ക്വാർട്ടൈലും ലോവർ ക്വാർട്ടൈലും. ഓക്കെ, ദെൻ റേഞ്ച്, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് ഒബ്സർവേഷൻ. ഒബ്സർവേഷനിലെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ അരിതമെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം അരിതമെറ്റിക് മീൻ ഓഫ് ദ ഡാറ്റ സെറ്റ്. അതായത് അരിതമെറ്റിക് മീൻ നമ്മൾ സ്ക്വയർ ചെയ്യും, സ്ക്വയർ ഡീവിയേഷനാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്ക്യൂനെസ്, ഇറ്റ് ഈസ് റിഫേഴ്സ് എ ലാക്ക് ഓഫ് സിമെട്രി ഇൻ ഡിസ്ട്രിബ്യൂഷന് സിമെട്രി ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിമെട്രി നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വേരിയേഷനാണ്, ദ ഡിഗ്രി വിത്ത് വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻഡ് ടു സ്പ്രെഡ് അബൌട്ട് ആൻ ആവറേജ് വാല്യൂ. ഒരു ആവറേജ് വാല്യൂവിൽ വരുന്ന അതിൻ്റെ ഡാറ്റയുടെ സ്പ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിഗ്രിയിൽ അത് വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നതാണ് വേരിയേഷനിൽ. ദെൻ വേരിയൻസ് എന്ന് പറയുമ്പോൾ ദ സ്ക്വയേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ പ്രധാനമായിക്കൊണ്ടും റേഞ്ചാണ്. അപ്പോൾ റേഞ്ചിൽ വരുന്ന പ്രധാനമായിക്കൊണ്ടും ഇതിൽ വേരിയേഷൻസ് ആണ് പഠിക്കാനുള്ളത്. വേരിയേഷൻസിൽ വരുന്ന ടൈപ്പ്, റേഞ്ച്, അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, മീൻ ഡീവിയേഷന്, ഇത്തരം വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.